യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. കഴിഞ്ഞ ആഴ്ച വായിച്ചത് മുഴുവനും ദൈവത്തിൻ്റെ സീരിയസ് ജഡ്ജ്മെൻറ്റ്. ഒരു വിട്ടുവീഴ്ചയും കൂടാതെ കർത്താവ് എന്ത് ചെയ്യും? ന്യായം വിധിക്കും. നാം എല്ലാവരും അന്ന് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കണം. അപ്പോൾ ന്യായവിധിയെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. 11-ാമത്തെ വാക്യം ഒന്നുകൂടി വായിക്കാം. 2 കൊരിന്ത്യർ 5:11. ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു, എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ മനസാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ ആശിക്കുന്നു. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിനെ ഭയപ്പെടണം, ഇല്ലേ? അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, ദ ടെറർ ഓഫ് ദ ലോ എന്ന് അവിടെ എഴുതിയിരിക്കുന്ന ഭാഗമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു. സദൃശവാക്യത്തിൽ നിന്നും നമ്മൾ 29-ാമത്തെ അധ്യായത്തിൽ വായിച്ചു, ദൈവത്തെ ഭയപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദോഷത്തെ വിട്ട്. വെൻ വി ഫിയർ ഗോഡ്, സ്തോത്രം, വി വിൽ സ്റ്റേ അവേ ഫ്രം ഈവിൾ. ഇല്ലേ? നമ്മൾ വളരെ വ്യക്തമായിട്ട് അപ്പോൾ പാപത്തിൽ നിന്ന്, കർത്താവിന് ഇഷ്ടമല്ലാത്ത വിഷയങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുവാൻ കാരണം എന്തുവാ? ദൈവത്തെ ശിക്ഷ കിട്ടും, നരകത്തിൽ വിടും എന്നുള്ളൊരു ഭയത്തിൻ്റെ അകത്ത് സ്നേഹമില്ല. അത് പാമ്പ് കടിക്കും, സിംഹം തിന്നും എന്നുള്ള ഭയമായി പോകത്തില്ല. അതാണോ നമ്മൾ യേശുവുമായിട്ടുള്ള ബന്ധം? കർത്താവ് പണിഷ് ചെയ്യുന്ന ഒരാൾ മാത്രമാണോ? പണിഷ് ചെയ്യുന്നതിൻ്റെ അകത്ത് കർത്താവിന് എന്തോ സന്തോഷം? നമ്മളെ ഓരോരുത്തരെയും ഒരുക്കി പരിശുദ്ധനായ ദൈവത്തോടുകൂടി നിത്യമായിട്ട് വസിക്കുവാൻ വേണ്ടി യോഗ്യരാക്കുവാണ് ദൈവത്തിൻ്റെ പണി. അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ പോയാൽ ദൈവം എന്ത് ചെയ്യും? പണിഷ് ചെയ്യും. അത് ബാലശിക്ഷയായിരിക്കും. കൃപായുഗമായതുകൊണ്ടാണ് നമ്മളാരും ഉടനെ അടി കിട്ടാത്ത. നമ്മളൊക്കെ ഉടനെ അടി കിട്ടാത്തപ്പോൾ നമ്മുടെ വിചാരം എന്തുവാ? കർത്താവ് ഇതുവരെ അടിയൊന്നും കിട്ടിയില്ലല്ലോ, കണ്ടോ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും ചെയ്തിട്ടും എനിക്ക് ഞെളിയാതെ ഭയപ്പെടുവാനാണ് ദൈവത്തിൻ്റെ വചനം പറയും. കോടാലി ഓൾറെഡി ചോട്ടിൽ വെച്ചിട്ടുണ്ട്. വെട്ടിക്കളയുന്ന എപ്പോഴാണെന്ന് അറിയത്തില്ല. ഫലം കായ്ച്ചില്ലേ കർത്താവ് എന്ത് ചെയ്യും? വെട്ടിക്കളയും. നിങ്ങൾക്കറിയാമോ, ദൈവദാസന്മാരിലും ദൈവമക്കളിലും ദൈവജനം എന്ന് പറയുന്ന ഈ വലിയ സമൂഹം, ഇത് ഇപ്പം ലക്ഷക്കണക്കിന് മില്യൺ കണക്കിനുള്ളൊരു വലിയ സമൂഹമാണ്. അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവജനം എന്ന് പറയുന്ന കൂട്ടം ചെറിയ കൂട്ടമല്ല. സമുദായക്കാർക്കൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരു വലിയ സമൂഹമാണ് എണ്ണത്തിൽ. ഇതിൻ്റെ അകത്ത് എത്ര പേരാണെന്നറിയാമോ? അവരുടെ അനുസരണക്കേടും ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് പലവട്ടം ഇടപെട്ടിട്ടും അവരെ വിളിച്ച വിളി അനുസരിച്ച് വിശ്വസ്തരല്ലാതെ തീർന്നിട്ട് പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്ന് വിട്ടുപോയി. പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്, ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്, പ്രോഗ്രാംസും മ്യൂസിക്കും പ്രോഗ്രാംസും എല്ലാം, ഓർഗനൈസേഷൻ, ചർച്ചസ് എല്ലാം നടക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അതിൻ്റെ പ്രോഗ്രാം പോലും നടക്കുന്നുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവുള്ളിടത്ത് മാത്രമേ ശുദ്ധീകരണം ഉള്ളത്തുള്ളൂ. പരിശുദ്ധാത്മാവുള്ള പ്രവർത്തിക്കുന്നിടത്ത് മാത്രമേ പണി നടക്കത്തുള്ളൂ. നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, അതാണ് നമ്മൾ താഴോട്ട് വരുമ്പോൾ ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ കണ്ടു 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, നോയിങ് ദെയർഫോർ ദ ടെറർ ഓഫ് ദ ലോർഡ് എന്നാണ് എൻ്റെ ട്രാൻസ്ലേഷനിൽ, ന്യൂ കിംഗ് ജെയിംസ് വേർഷൻ. ദൈവത്തെ ഭയപ്പെടുകയും, ചെറിയ ഭയം, ഫിയർ എന്നല്ല എഴുതിയിരിക്കുന്നത്, അതിൻ്റെയൊക്കെ ഒരു കൂടിയ ഡിഗ്രിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ദ ടെറർ ഓഫ് ദ ലോർഡ്. കാരണം ഒരു വിട്ടുവീഴ്ചയുമില്ല. ആരാ പാസ്റ്ററോ അപ്പോസ്തലനോ 50 വർഷം 100 വർഷമായി ശുശ്രൂഷ, ഇതൊന്നും കർത്താവിനൊരു വിഷയമല്ല. അവസാനം വരെ വിശ്വസ്തനായി തീരണം. ആത്മാവിൽ തുടങ്ങിയാൽ എന്ത് ചെയ്യണം? ആത്മാവിൽ തന്നെ അവസാനിക്കണം. അപ്പം നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട ദിവസത്തേക്കാൾ ശക്തരായി നിൽക്കണം, ഇല്ലേ? വി ഷുഡ് ഗ്രോ ഇൻ ദ ലോർഡ്. ഏതൊക്കെ രീതിയിലാണ് ദൈവത്തിൽ സന്ധി വളരുന്നത്? 12-ാമത്തെ വാക്യം, ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല, ഹൃദയം നോക്കിയിട്ടല്ല മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറവാൻ നിങ്ങൾക്ക് വക ഉണ്ടാകേണ്ടതിന് ഞങ്ങളെ കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയത്രേ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഈ ശ്ലാഘ്യപത്രം, വി ഡോണ്ട് വാണ്ട് യുവർ അപ്രിസിയേഷൻ, വി ഡോണ്ട് വാണ്ട് യുവർ അക്നോളജ്മെൻറ്റ്, അല്ല നിങ്ങളുടെ ശ്ലാഘ്യപത്രം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഈ കൊരിന്ത്യ ലേഖനത്തിൻ്റെ അകത്ത് പല പ്രാവശ്യമായിട്ട് നമ്മളിപ്പോൾ ഈ കാര്യം ചിന്തിച്ചു. ഞാൻ പിന്നെയും ഞങ്ങളെ തന്നെ പറഞ്ഞ് നമ്മൾ കർത്താവ് നമ്മളെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ശുശ്രൂഷയിൽ എന്ത് ചെയ്യും? വെളിപ്പെടും. അത് ആൾക്കാർക്ക് രൂപാന്തരം ഉണ്ടാവും. ആദ്യം ആരുടെ ജീവിതത്തിലാണ് രൂപാന്തരം ഉണ്ടാകേണ്ടത്? ഇപ്പം ഞാൻ ശുശ്രൂഷിക്കുവാണെങ്കിൽ ആദ്യം ആരുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിലാണ് രൂപാന്തരം ഉണ്ടാകും. കർത്താവ് എന്നെ പണിതിട്ടാണ് എന്നിൽ കൂടെ ആൾക്കാരെ പണിയുന്നത്. അപ്പോൾ നമ്മളെല്ലാം ശുശ്രൂഷ ചെയ്യാൻ വിളിച്ചിരിക്കുന്നവരാ. ആദ്യം പണി നടക്കേണ്ടത് എവിടാ? ഇവിടെ. ആ തികവോട് കർത്താവ് പണിതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് അനേകരെ പണിയിപ്പിക്കുന്നത്. അപ്പം പൗലോസ് ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ചോദിക്കും,
അവിടുത്തെ പോലും ഇവിടെ അത്ഭുതം ഇല്ലല്ലോ. അല്ലെ അപ്പല്ലോസ് നല്ല വാഗ്മിയ എന്ന് ബൈബിൾ തന്നെ പറയുന്നത്. അതുപോലുള്ളതൊന്നും ഇവിടെ കേൾക്കാനില്ലല്ലോ. പൗലോസ് വാഗ്മിയല്ല, പൗലോസിൻ്റെ ഭാഷ നമുക്കറിയാം, പത്രോസിൻ്റെ ഭാഷ നമുക്കറിയാം. അപ്പം ഇവിടെ പല കാര്യത്തിൽ ആൾക്കാർ പല ശുശ്രൂഷയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പൗലോസിൻ്റെ ഇവിടെ രണ്ട് പക്ഷമാണ്. ഒരു കറക്ഷന് വേണ്ടി കൊരിന്തിയ സഭയോട് പൗലോസ് സംസാരിക്കുമ്പോൾ അത് 1 കൊരിന്ത്യയിലും നമ്മൾ കണ്ടു, ഇവിടെ 2 കൊരിന്ത്യയിലും കാണുന്നു, മറ്റുള്ള പല ലേഖനത്തിൽ കാണും. ഇതൊരു പ്രാക്ടിക്കൽ കാര്യമാണ്. ഈ ലേഖനം ഒരു സഭയോട് എഴുതുമ്പോൾ അവിടുന്ന് കിട്ടുന്ന റെസ്പോൺസ്, അവിടുന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്. ഇനി യേശു കർത്താവ് പോലും 7 സഭകളെ പറ്റി വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞപ്പോൾ അവരുടെ ഗുണങ്ങൾ ഇന്നതൊക്കെയാണ് ഞാൻ അറിയുന്നു. പക്ഷേ അവർക്ക് എന്തുണ്ട്? അത് മാറിയില്ലെങ്കിൽ നിന്നെ എന്ത് ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നത്. ഓരോ സഭയോട് പറയുന്നു, മാറിയില്ലെങ്കിൽ സഭയാ, നിങ്ങൾ മനസ്സിലാക്കണം, സഭയാ. പക്ഷെ അവരോട് യേശു പറയുക, നിനക്ക് ജീവകിരീടം കിട്ടത്തില്ല, മാറിയില്ലേ നിന്നെ സ്വർഗത്തിലെ തൂണാക്കത്തില്ല, മാറിയില്ലേ സ്വർഗത്തിൽ ഞാൻ നിനക്കൊരു പുതിയ പേര് തരത്തില്ല. ഇതൊക്കെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചത്, അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഓരോ സഭയിലും അത് ഓരോ സഭയിലെ വ്യക്തികളോടുകൂടി കർത്താവ് ഡീപ്പായിട്ട് ഇടപെട്ടില്ലെന്നേ ഉള്ളൂ. അവിടെ ഓരോ സഭ ഉണ്ട്. ആ സഭയുടെ ഏഞ്ചൽസ് ഏഞ്ചലോസ് അല്ലെങ്കിൽ ഇടയന്മാർ, നമ്മൾ റെവലേഷൻ പഠിച്ചപ്പോൾ അതെല്ലാം വ്യക്തമായിട്ട് നമ്മൾ പഠിച്ച സഭയിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന ആ മധ്യസ്ഥൻ അല്ലെങ്കിൽ മെസ്സഞ്ചർ, ഏഞ്ചലോസ് എന്നുള്ള ഇതാണല്ലോ. ദൈവം പറഞ്ഞത് അതുപോലെ പറയുവാൻ വേണ്ടി ദൈവമാക്കി വെച്ചിരിക്കുന്ന ഇടയന്മാർ, 7 സ്റ്റാർസ് എന്നാണ് അവിടെ 1-ാം അധ്യായത്തിലേക്ക് യേശു പറയുക, അവരും എന്ത് ചെയ്യുക, സഭയും എൻ്റെ കയ്യിലാ, ഇടയന്മാരും എൻ്റെ കയ്യില. അതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചത്, വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് വെളിപ്പാട് പുസ്തകം പഠിച്ചത്. ഞാൻ അതിലേക്ക് കടക്കുന്നത്, കർത്താവാണ് പണിയുന്നത് സഭ ദൈവത്തിൻ്റെതാ. ഒരു വിട്ടുവീഴ്ചയും കൂടാതെ പൗലോസും കൊരിന്ത്യ സഭയോട് പറയാൻ പൗലോസിന് തോന്നി, അന്ന് അവരെ ഒന്ന് കറക്റ്റ് ചെയ്തേക്കാം. അതല്ല, ഇവിടെ പരിശുദ്ധാത്മാവിനല്ല പണി നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 1 കൊരിന്ത്യർ കുടുംബജീവിതം, വ്യക്തിപര, അവിടെ എല്ലാം പണി നടക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ 2 കൊരിന്ത്യയിൽ അടുത്ത അഡ്വാൻസ്ഡ് പണി നടക്കുന്നത്. ആദ്യം എവിടെ പണി നടക്കണം? യജമാനൻ ദാസൻ ജോലി സ്ഥലത്ത്, അയലോക്കക്കാർ ദേശത്ത് താമസിക്കുന്ന സ്ഥലത്ത് സാക്ഷ്യത്തോടുകൂടി. 3ാമത് നമ്മൾ കുടുംബജീവിതത്തെ പറ്റി, കല്യാണങ്ങൾ ഞങ്ങൾ ദൈവദാസന്മാരൊക്കെ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഭാഗങ്ങളാണ്. കുടുംബജീവിതത്തെ പറ്റി അതൊക്കെ വ്യക്തമായിട്ട് കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 1-ാം ലേഖനത്തിൽ പിന്നെ സഭയ്ക്കകത്ത് പാപം ചെയ്യുന്നവനൊക്കെ ഉണ്ട്, അവനെ എന്ത് ചെയ്യണം? അവൻ വലിയ ആളൊക്കെ ആയിരിക്കും, സഭയിലെ സ്പോൺസറൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ അവനെ എന്ത് ചെയ്യണം എന്ന് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അവിടുത്തെ കൊരിന്ത്യ സഭയിലെ ദൈവദാസൻ ആക്ഷൻ എടുക്കാൻ പറ്റാഞ്ഞത്. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് അപ്പോസ്തലൻ കൂടിപ്പോണം, അവനെ എന്ത് ചെയ്യണം? പുറത്താക്കണം. അതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ടാണ് അതിൻ്റെ പ്രമാണം എഴുതിയിട്ടുള്ളത്. ആദ്യം ദൈവദാസൻ തന്നെ പേഴ്സണലി പറയണം, പിന്നെ ദൈവദാസൻ മൂപ്പന്മാരും ചേർന്ന് ആ വ്യക്തിയോട് സംസാരിക്കണം. എന്നിട്ടും ആ വ്യക്തിക്ക് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അത് വീണ്ടും വേറെ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, നമുക്കറിയാം. അതൊക്കെ സഭയുടെ ഉപദേശമാണല്ലോ. ആ വ്യക്തി എന്ത് ചെയ്യണം? എല്ലാവരോടും പോയി ദൈവമക്കളാന്ന് പറഞ്ഞാൽ പോലും ആഹാരം കഴിക്കാൻ പാടില്ല. ഇതൊക്കെ വചനത്തിലെ പ്രമാണമല്ലേ സഭയോട്. അപ്പോൾ അതൊക്കെ 1-ാം ലേഖനത്തിൽ ഒരുവൻ വിഗ്രഹാരാധനയോ അത്യാഗ്രഹിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ദൈവമക്കളുടെ ഇടയ്ക്ക്, ജാതികളെ പറ്റി അല്ല അവിടെ പറഞ്ഞത്, ദൈവമക്കളുടെ ഇടയ്ക്ക് ഒരുവൻ വിശുദ്ധ ജീവിതമല്ല ജീവിക്കുന്ന, വേർപെട്ട ജീവിതമല്ല ജീവിക്കുന്ന, അവരുടെ കൂടെ പോയി ഭക്ഷണം പോലും കഴിക്കല്ല, കൂട്ടായ്മ കൂടല്ല. അപ്പോൾ എല്ലാ കൂട്ടത്തിലും പോകാൻ പറ്റത്തില്ല, അവിടെ പോയി ആമേൻ പറയാൻ പറ്റത്തില്ല, കേട്ടിരിക്കാൻ പറ്റത്തില്ല, എല്ലാ പ്രസംഗവും കേട്ടിരിക്കാൻ പറ്റത്തില്ല. ദൈവമക്കളെ, എത്ര വ്യക്തമായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 1-ാം ലേഖനത്തിൽ പറഞ്ഞു. എന്നിട്ട് പറയുക, ആ വ്യക്തി എന്ത് ചെയ്യണം? പുറത്താക്കുക. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ 2 കൊരിന്ത്യർ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലായല്ലോ, ഇത്രയും നാളായപ്പോൾ മാനസാന്തരം ഉണ്ടായി കാണും. ഒനേസിമോസിൻ്റെ കാര്യം പറയുന്ന പോലെ ഈ വ്യക്തിയുടെ കാര്യവും ബൈബിളിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടല്ലോ. ആൾക്ക് മാറ്റം ഉണ്ടായെങ്കിൽ എന്ത് ചെയ്യണം? ആ വ്യക്തിയെ സ്വന്തം സഹോദരൻ എന്നപോലെ ക്ഷമിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സ്വീകരിക്കുക. അപ്പോൾ ഈ പുറത്താക്കുന്നതും ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റ്, ദൈവത്തിൻ്റെ പണിഷ്മെൻ്റ് ഒന്നും ഒരു വ്യക്തിയെ നശിപ്പിക്കാനല്ല, രൂപാന്തരം വന്നേലേ പറ്റൂ ദൈവം എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ അപ്പം നമ്മൾ എന്തോ ഈ പ്രാർത്ഥിക്കേണ്ടത്? രാവിലെ എഴുന്നേറ്റ് ചില വിഷയങ്ങൾ അങ്ങോട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഇട്ട് കൊടുത്ത് ദൈവത്തെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാതെ, നമ്മുടെ പണിക്കാരനാക്കാതെ, കർത്താവ് ഇങ്ങനെ ചെയ്യണമേ എന്നൊന്നും പറയാതെ, ഇന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യണമെന്ന് ഞാനല്ലോ തീരുമാനിക്കുന്നത്. ഇന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ പറ്റി കർത്താവ് പറയുന്നത് കേട്ട് അത് മനസ്സിലാക്കി അടികൊള്ളാൻ ജീവിക്കാൻ കൃപ കൊടുക്കണമെന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം തീരുമാനിക്കുന്നത് ഞാനല്ല. സർവശക്തനായ സർവ അധികാരിയായ ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ എന്ത് നടക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നടക്കണം. പിന്നെ ഒരു കാര്യം വ്യക്തമാണ്, ദൈവാലോചന
ദൈവം നമ്മളോട് സംസാരിക്കുന്നത് വചനത്തിൽ കൂടെ ഒക്കെ കർത്താവ് ഇന്ന് പകൽക്കാരും സംസാരിക്കുമല്ലേ, അത് നമ്മൾ കേട്ടനുസരിച്ചാലേ പറ്റൂ. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ സംസാരിക്കും, നമ്മൾ ജോലി ചെയ്യുമ്പോൾ സംസാരിക്കും. കർത്താവ് നമ്മളോട് ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എന്നല്ലേ പറയുന്നത്. ആ പ്രാർത്ഥനയിൽ കൂടെ ഒക്കെ നമ്മൾ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയുമല്ല ദൈവമക്കളെ. ഈ പ്രാർത്ഥന ഇസ് എ കോൺവെർസേഷൻ. ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ അവിടെ ഒക്കെ നമുക്ക് തീരുമാനമെടുക്കേണ്ട ഏരിയയിൽ തീരുമാനമെടുത്തേ പറ്റൂ. അതുകൊണ്ടല്ലേ 11-ാം അധ്യായത്തിൽ കണ്ട നോയിങ് therefore the terror of the Lord. നിങ്ങൾ മനസ്സിലാകണം ദൈവത്തിൻ്റെ കോപം. ന്യായവിധിയെപ്പറ്റി 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടാണ്. ന്യായവിധിയൊക്കെ ഒരു കൃപയും കൂടാതെ. നിങ്ങൾക്കറിയാം ന്യായവിധിയിൽ വല്ല കൃപ കിട്ടുന്നോ കരുണ കിട്ടുന്നോ വല്ല ആരെങ്കിലും പ്രസംഗിച്ച് അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? അങ്ങനെ വല്ല ചിന്തയിലാണോ ഇരിക്കുന്നത്? കരുണയുണ്ടോ ന്യായവിധിയിൽ? ഉണ്ടോ? കൃപയുണ്ടോ? ഗ്രേസ്, ലോർഡ് ഈസ് ഗ്രേസ്ഫുൾ, ലോർഡ് ഈസ് മേഴ്സിഫുൾ. സത്യമാണ്. പക്ഷെ അത് എന്ന് വരെ ഉള്ളൂ? കാഹളം ഊതുന്ന വരെ മാത്രം. ദൈവത്തിൻ്റെ ശരിക്കുള്ള സ്വഭാവം അറിയുവാനായി പഴയ നിയമം കൂടി വെച്ചിരിക്കുന്നത്. അതിന് മോശയല്ല, അതിന് ദാവീദല്ല, അതിന് എബ്രഹാം അല്ല. പല പ്രാവശ്യം ചിന്തിച്ചതാണ് നമ്മൾ. ആരാണേലും കർത്താവിന് എല്ലാം ദൈവം അഭിഷേകം ചെയ്ത അഭിഷക്തന്മാർ തന്നെയാണ്. 80 വർഷം ശുശ്രൂഷ ചെയ്ത മോശ, അതൊന്നും കർത്താവിൻ്റെ ഒരു വിഷയം. ദൈവം പറയുന്നത് അതുപോലെ അവസാനം വരെയും കേട്ടില്ലെങ്കിൽ മോശ എന്തു ചെയ്യത്തില്ല? ദൂരെ നിന്ന് കണ്ടോ, നീ പ്രവേശിക്കത്തില്ല. അതാണ് യഹോവയായ ദൈവത്തിൻ്റെ സ്വഭാവം. ഇപ്പോൾ 6000 വർഷമോ 5000 വർഷമായാലും പ്രായമായതുകൊണ്ട് കർത്താവിൻ്റെ സ്വഭാവത്തിന് ഒരു മയമൊന്നും വന്നിട്ടില്ല. കർത്താവിന് പ്രായമാകത്തില്ല. ദൈവത്തിൻ്റെ സ്വഭാവം അതുകൊണ്ടല്ലേ ഹീ ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല ദൈവമക്കളെ. നമ്മളത് ഭയപ്പെടണം. 2 കൊരിന്ത്യയിലേക്ക് കടക്കുമ്പോൾ ആ ഭാഗങ്ങളാണ്. ന്യായവിധിയുണ്ട്. അടുത്ത ഓരോരോ അധ്യായത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങളാണ്. നമ്മുടെ നിത്യത നഷ്ടപ്പെടാതെ അവസാനം വരെ എങ്ങനെ വിശ്വസ്തരായി തീരാം. 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചില്ലേ, നിങ്ങളുടെ ശ്ലാഘ്യപത്രമൊന്നും എനിക്ക് വേണ്ട, നിങ്ങൾ എന്നെ സ്വീകരിക്കുകയും വേണ്ട. സ്തോത്രം. എന്ന് വെച്ചാൽ ആരും നമ്മളെ പുകഴ്ത്തുവോ താഴ്ത്തുവോ ഒന്നും ചെയ്യുന്നതല്ല. ദൈവം നമ്മളെപ്പറ്റി എന്തു പറയുന്നു? ദൈവം എന്നെ മാർക്കിടുമ്പോൾ എത്ര മാർക്ക്? ദൈവത്തിന് മുമ്പിൽ am I pleasing to him? പൂർണ്ണ പ്രസാദത്തിനാണ്. 13-ാമത്തെ വാക്യം. ആരോ പൗലോസിനെ ഭ്രാന്തനെന്ന് വിളിച്ചു. നല്ല ഭാഷയിലാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. പല ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് യു ആർ ഔട്ട് ഓഫ് യുവർ മൈൻഡ്, വിവശൻ എന്നൊക്കെ പൗലോസിനെ വി ആർ ബിസൈഡ് അവർ സെൽഫ്, അല്ലെങ്കിൽ സ്ഥിരതയില്ലാത്തവൻ. നിങ്ങൾ പല ട്രാൻസ്ലേഷനിൽ വായിക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യേശുവിനെയും വിളിച്ചു ഭ്രാന്തൻ. ഞാൻ ഇന്നലെ ആ ഭാഗം ഒന്നുകൂടെ വായിക്കുമായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന അവന് ബുദ്ധിഭ്രമമുള്ളവൻ. മർക്കോസിൻ്റെ സുവിശേഷം എഴുതേണ്ടവർക്ക് എഴുതാം, വായിക്കണ്ട. 3:21. കാര്യം അത് വായിക്കുവാനല്ലല്ലോ നമ്മളിവിടെ ആയിരിക്കുന്നത്, അതുകൊണ്ട് അത് അധികം വർണ്ണിക്കേണ്ട. എന്തായാലും ലോകം തന്നെ വിളിച്ചു. മർക്കോസ് 3:21 യേശുവിന് എന്തുവാണ്? ബുദ്ധിഭ്രമമുള്ളവൻ. എഴുതേണ്ടവർക്ക് എഴുതാം. യോഹന്നാൻ 10:20 എഴുതിയിരിക്കുന്ന അവൻ ഭ്രാന്തൻ. അങ്ങനെ തന്നെയാണ് മലയാളം ട്രാൻസ്ലേഷൻ എഴുതാം. ആരെ വിളിച്ചതാ? ലോകം യേശുവിനെ വിളിച്ചതാ. അപ്പം പൗലോസിനെ ആരോ അവൻ പുള്ളിയുടെ ഒരു അൺകോംപ്രമൈസ് ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും കൂടാത്ത ജീവിതം. എവിടെ ചെന്നാലും ശുശ്രൂഷയ്ക്കായിട്ടാണ് ചെല്ലുന്നത്. ശുശ്രൂഷയ്ക്കായിട്ട് ചെല്ലുമ്പോഴൊക്കെ യേശു പറയുന്നത് അതുപോലെ പറയുകയും അവർക്ക് ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ റൗണ്ട് വളരെ എളുപ്പമാണ്. ആദ്യത്തെ റൗണ്ടിൽ പത്രോസ് 3000 പേരെ സ്നാനപ്പെട്ടു. അവർ ആദ്യമായിട്ട് സുവിശേഷം കേൾക്കുന്ന രക്ഷാ സ്നാനം, അവരെല്ലാം സ്നാനപ്പെട്ടു. എന്ത് എളുപ്പമാണെന്നറിയാം. ഈ പണിയുന്ന ഇടയന്മാർക്കറിയാം, അല്ലെങ്കിൽ ഉപദേഷ്ടാക്കന്മാർക്കറിയാം. ഉപദേഷ്ടാക്കന്മാർക്കും പഠിപ്പിച്ചിട്ട് പോയാൽ മതി. എന്നും അവിടെ തന്നെ ആ കൂട്ടത്തോടു കൂടി തന്നെ നിൽക്കേണ്ടത് ഇടയന്മാരല്ലേ. ഒരു വലിയ ചലഞ്ചാണ്. ഓരോ ആഴ്ചയും നമ്മളെ മടിപ്പിക്കുവാൻ, ക്ഷീണിപ്പിക്കുവാൻ. എന്തിനാണ് ഇത്രയൊക്കെ ആത്മീയം? ഞാൻ ഇത്രയൊക്കെ കർത്താവിന് വേണ്ടി നിന്നിട്ട് ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ അവസാനം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് പറയിപ്പിക്കുവാൻ, നമ്മളെക്കൊണ്ട് ചിന്തിപ്പിക്കുവാൻ, പെറുപെറുക്കുവാൻ, കംപ്ലൈൻറ്റ് പറയുവാൻ. ആ കംപ്ലൈൻ്റ് ആണ് ഈ വിശേഷം. എന്തുകൊണ്ട് വിശേഷം ചോദിക്കണം? അത് മതിയല്ലോ, എന്തിനാ കംപ്ലൈൻറ്റ്? എത്ര ദൈവമക്കളോടാ. പിന്നെ വല്ലതും പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വിശേഷമൊക്കെ ചോദിക്കാൻ ഇങ്ങനെ ആൾക്കാരെ വിളിക്കാറുണ്ട്. പിന്നെ അയ്യോ എന്ത് എനിക്കൊന്ന് ഫോൺ വെച്ചാലല്ലേ എനിക്ക് അടുത്ത പരിപാടിയിലേക്കൊന്ന് പോകാൻ പറ്റത്തുള്ളൂ. ഫോൺ വെക്കണ്ടേ? അല്ലെങ്കിൽ ഇതെല്ലാം ജീവിതത്തിലെ വിഷമമായിട്ടിരിക്കുമ്പോൾ ഇതെന്നെ കാരണം കർത്താവിലൊരു സന്തോഷം. ഇങ്ങനായിരുന്നു രക്ഷിക്കപ്പെട്ട സമയത്തല്ല. രക്ഷിക്കപ്പെട്ട സമയത്ത് എന്ത് കഷ്ടതയും ദൈവത്തിന് വേണ്ടി അനുഭവിക്കുവാൻ, എന്ത് വിലയും കൊടുക്കുവാൻ. ഇനി മഴയാണോ, നനഞ്ഞ് ഞാൻ കർത്താവിൻ്റെ സന്നിധി വരും. വെയിലാണോ, അതൊന്നും എനിക്കൊരു വെയിൽ പൊള്ളുന്നില്ലല്ലോ.
എൻ്റെ രക്ഷ ആരാധനയുടെ സന്തോഷമല്ലേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ പിന്നെ ഓരോ എക്സ്ക്യൂസസാണ് നമുക്ക്. ഇവിടെയുള്ള ആൾക്കാരെ പറ്റിയല്ല പറയുന്നത്, നിങ്ങളെല്ലാവരും മീറ്റിങ്ങിനൊക്കെ വരുന്നവരാ, ദൈവത്തിന് സ്തോത്രം. പക്ഷേ പൊതുവേ ദൈവമക്കളുടെ ഇടയ്ക്ക് നമ്മൾ പല കൂട്ടങ്ങൾ ശുശ്രൂഷിക്കുന്നതാണല്ലോ, ദൈവമക്കളുടെ ഇടയ്ക്കുള്ള ക്ഷീണങ്ങൾ കാണുമല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞ ആദ്യത്തെ റൗണ്ട് വളരെ എളുപ്പമാണ്, രണ്ടാമത്തെ റൗണ്ട് പാട്. ഇനി സ്വന്തം ഒരു സഭയിലെ ഇടയൻ താൻ ഇവിടെ ഇപ്പം ഞാൻ ഇവിടെ പറയുക, നിങ്ങളൊക്കെ എന്നെ സ്നേഹിച്ചും നമ്മളെന്നും കാണേണ്ടവരല്ലേ, അല്ലെങ്കിൽ എന്തൊരാവശ്യത്തിനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ബന്ധം ഉണ്ടാകേണ്ടതാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഞാനൊരു കാര്യം വചനത്തിൽ പറഞ്ഞാൽ നിങ്ങളങ്ങ് സ്വീകരിക്കും. പൗലോസിൻ്റെ അവസ്ഥ സ്വന്തം സഭ, അല്ലെങ്കിൽ താനിപ്പോൾ ഒരു ഇടയനല്ല, താനൊരു അപ്പോസ്തലനാണ്. സ്വന്തം സഭ മാത്രമല്ല, മറ്റുള്ള സ്ഥലങ്ങളിലും മറ്റുള്ള ഏരിയകളിലും ഒക്കെ. ഇപ്പോൾ കൊരിന്ത്യ സഭയിലെ പൗലോസ് പറയാൻ ചെല്ലുമ്പോഴാണ് പ്രശ്നം. തന്നെ എന്തോ എവിടെ വിളിച്ചത്? ഭ്രാന്തൻ ഇല്ലേ, യു ആർ ബിസൈഡ് യുവർ സെൽഫ്, സുബോധമില്ലാത്തവൻ എന്നാണ് അതിൻ്റെ. നിങ്ങൾ മറ്റുള്ള ഭാഷയിലും ട്രാൻസ്ലേഷനിലും ഒക്കെ വായിച്ചോ? ഞാൻ വായിച്ചിട്ടാണ് പറയുന്നത്. യെസ്, അത് വായിച്ചാൽ ഞങ്ങൾ വിവശന്മാരെന്നരികിൽ. ഇതെല്ലാം പൗലോസിൻ്റെ ആഴങ്ങൾ ഭയങ്കരമാണ്. നിങ്ങൾക്ക് തോന്നുവാ ഞങ്ങൾ ഭ്രാന്ത, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇച്ചിരി ലൂസാണ്, ഇച്ചിരി കാര്യം ഓവറാണ്. പൗലോസ് എന്തുവാ? ഇച്ചിരി തീരുമാനം, ജീവിതത്തിലെ തീരുമാനങ്ങൾ വളരെ ഡെഡിക്കേറ്റഡ് ജീവിതമാണ്. ഒന്നും വേണ്ട, തനിക്ക് അവസാനം എന്ത് മാത്രമേ ഉള്ളായിരുന്നു? താൻ ബൈബിൾ നോട്ട്സ് എഴുതിയ തൻ്റെ ചുരുളും തൻ്റെ ഒരു കമ്പിളിയും, അത് തൻ്റെ ആകെപ്പാടുള്ള അസറ്റാണ്. ഒരു കമ്പിളി ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല കേട്ടോ, തണുപ്പ് അതുപോലെ അന്നത്തെ കാലത്തും താനുള്ള സ്ഥലത്തും. അപ്പോൾ ഒരു കമ്പിളി തൻ്റെ ചുരുളും ആ ബൈബിൾ നോട്ട്സൊക്കെ ഇടയ്ക്ക് ഒന്ന് എടുത്ത്, ദൈവം എനിക്ക് ഒരു കാലത്ത് തന്ന വെളിപ്പാടുകളൊക്കെ എടുത്തൊന്ന് വായിക്കുവാൻ, അത് തിമോത്തിയോസിന് കൊണ്ടിങ്ങ് എത്തിക്കണേ. അതുമാത്രമേ ഉള്ളൂ പൗലോസിൻ്റെ സമ്പാദ്യം. അപ്പോൾ തൻ്റെ അതുപോലുള്ള ഡെഡിക്കേറ്റ്, കുടുംബം വേണ്ട, ലോകം വേണ്ട, ലോകത്തിൻ്റെ സുഖം വേണ്ട, താൻ ഓരോ സ്ഥലത്ത് ചെന്ന് ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യുവാൻ. ഇന്നാണെങ്കിൽ ആൾക്കാരിങ്ങനെ പണ്ട് ഇങ്ങനെ എഴുതുമായിരുന്നു, ഇപ്പോഴും ഫോൺ ചെയ്യുകയും വാട്സാപ്പിൽ അയക്കുകയും ഇമെയിൽ അയക്കുകയും ഒക്കെ ചെയ്യുമല്ലോ, റിപ്പോർട്ടൊക്കെ ഓരോന്ന് അയച്ച് എവിടെന്നെങ്കിലും ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി. അതൊന്നും പൗലോസ് ചെയ്തില്ല. അവിടെ എന്തോ കൊട്ട നെയ്വാണോ? ഇതുപോലെ ശീലം ഉണ്ടോ പൗലോസിന്? വെയിലത്ത് പണിതുള്ള ശീലം ഉണ്ടോ പൗലോസിന്? താൻ ഇങ്ങനെ യൂണിവേഴ്സിറ്റി തോറും യൂണിവേഴ്സിറ്റിയും അന്നത്തെ VIP ആയിട്ട് നടക്കുക, അന്നത്തെ വ്യാപാരവും അന്നത്തെ പിന്നെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. ഇതിങ്ങനെ ആ അപ്പൻ്റെ അല്ലെങ്കിൽ താൻ വളർന്ന സാഹചര്യം, തൻ്റെ ജീവിതത്തിൽ അന്നുണ്ടായിരുന്ന തൻ്റെ സമ്പാദ്യവും ഒക്കെ, അല്ലെങ്കിൽ തൻ്റെ പിതാവിൻ്റെ കുടുംബമായിട്ടുള്ളതും ഒക്കെ ആസ്വദിച്ച് ജീവിക്കുന്ന പൗലോസാണ് തന്നെ മിനിസ്ട്രി സപ്പോർട്ട് ചെയ്യുവാൻ സാധാരണ പണി, വെയിലത്ത് ശീലമില്ലാത്ത പണികളെല്ലാം മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുവാൻ, വേറെ ആരെയും ബുദ്ധിമുട്ട്. കാരണം ഞാനൊരു വേറൊരു സ്ഥലത്തല്ല ചെന്ന് ശുശ്രൂഷിക്കാൻ. അവരൊക്കെ വിശ്വാസി വരുന്നേ ഉള്ളൂ, അവരുടെ കാശ് വാങ്ങിക്കാതെ. അവരുടെ കാശ് വാങ്ങിക്കുവാൻ അവരുടെ ഇടയനൊന്നും അല്ലല്ലോ, അവർ വിശ്വാസി വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ആ തുടക്കത്തിലെല്ലാം ഓരോ പുതിയ സ്ഥലങ്ങൾ ചെല്ലുമ്പോൾ സാധാ പണി മണിക്കൂറുകളോട് ചെയ്തിട്ട് അതിൻ്റെ കൂലി വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യും? തന്നെ സപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ ആഴ്ച 2-3 ദിവസമായിരിക്കും ജോലി ചെയ്ത്, ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ താൻ എന്ത് ചെയ്യും? കർത്താവിൻ്റെ വേല ചെയ്യുവാൻ. അങ്ങനെ വില കൊടുത്ത് നിന്ന് ഈ വ്യക്തി, നിങ്ങൾക്ക് തോന്നുക ഐ എം ഔട്ട് ഓഫ് മൈ മൈൻഡ്, അല്ലെങ്കിൽ ഞാൻ എന്തോ വിവശതയിലാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് ആർക്ക് വേണ്ടിയാണ്? അത് യേശുവിന് വേണ്ടിയാണ്. അത് എനിക്ക് യേശുവിനോടുള്ള സ്നേഹം മാത്രമാണ്. പിന്നെ നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ സുബോധത്തോടുകൂടി സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം. സകല ദീർഘക്ഷമയോടുകൂടി ഉപദേശിക്കുവാനാണ് തിമോത്തിയോസിനോടും താൻ പറഞ്ഞില്ലേ, സകല ദീർഘക്ഷമയോടുകൂടി ഉപദേശിക്കുവാൻ. അപ്പം നിങ്ങളോട് ആ വാക്യം ഒന്നുകൂടെ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലായി. 2 ഭാഗമാണ് പറയുന്നത്. അത് ആർക്ക് വേണ്ടിയാ? അത് ദൈവത്തിന് വേണ്ടി. ഞങ്ങൾ വിവശന്മാരെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് യേശുവിനോടുള്ള സ്നേഹം കൊണ്ടാ, വേറെ ഒന്നുമല്ല. ആ കട്ടി തീരുമാനങ്ങളൊക്കെ ജീവിതത്തിലുള്ളത് അത് വലിയ ആൾ കളിക്കാനോ എനിക്ക് ചില തീരുമാനം പറയാനല്ല, അത് എന്നെ വിളിക്ക് ഞാൻ വിശ്വസ്തനായി തീരുമാനിച്ചു. ഞാൻ സുബോധമുള്ളവൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ക്ഷമയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ജ്ഞാനത്തോടുകൂടിയും നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാകുവാൻ. ആ 2 അവസ്ഥകൾ പറഞ്ഞിട്ടാണ് മുൻപോട്ട് പോകുന്നത്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ 14ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുക എന്ന് 10-11 ഒക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിനെ ഭയപ്പെടുക. താൻ എല്ലാം ത്യജിച്ചാണ്. പിന്നെ അടുത്തത് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യം ഒന്ന് വായിച്ച 15. ഞാൻ കർത്താവിന് പ്രയോജനമില്ലാത്തവനായി തീർന്നപ്പോൾ കർത്താവ് എന്നെ സ്നേഹിച്ചതാ.
വേറൊരു ഭാഗത്ത് പറഞ്ഞു ഞാൻ ദൂരസ്ഥനായി തീർന്നപ്പോൾ കർത്താവ് എന്നെ സ്നേഹിച്ചെന്ന വേറൊരു ഭാഗത്ത് എത്തിക്കണം. ആ റെഫറൻസ് ഒക്കെ നമുക്കറിയാമല്ലോ. ഞാൻ കർത്താവിൽ നിന്ന് ദൂരസ്ഥനായി തീർന്നപ്പോൾ, when I was far away from the Lord, ഞാൻ കർത്താവിൻ്റെ ശത്രുവായി തീർന്നപ്പോൾ, ഞാൻ ദൈവനാമം ദുഷിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഞാൻ ദൈവത്തിന് പ്രയോജനമില്ലാതായി തീർന്നപ്പോൾ ദൈവം എന്നെ സ്നേഹിച്ചതാണ്. ഞാൻ കർത്താവിനെ സ്നേഹിക്കേണ്ട തിരിച്ച് ദൈവം ഒരു ഗുണവുമില്ലാത്ത എന്നെ തിരഞ്ഞെടുത്ത് ട്രെയിൻ ചെയ്ത് ദൈവത്തിന് ഗുണമുള്ളവനാക്കി തീർക്കുക. നമ്മൾ ഓരോരുത്തരെയും ഇല്ലേ, നമ്മൾ ഓരോരുത്തരെയും ദൈവത്തിന് പ്രയോജനമുള്ളവനാക്കി തീർക്കുക. അപ്പോൾ ഞാൻ കർത്താവിനെ സ്നേഹിക്കണ്ടേ. അതുകൊണ്ട് ഇവിടെ 14-ാമത്തെ വാക്യത്തിൽ പറയുക, ഈ സ്നേഹമാണ് എന്നെ നിർബന്ധിക്കുന്നത്. ഫോർ ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കമ്പൽസ് മീ. ഈ സ്നേഹമാണ് ദൈവത്തിനു വേണ്ടി കർത്താവ് പറയുന്നത് പോലെ നിൽക്കുവാൻ, ഏത് വ്യക്തിയും അത് ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്. എന്ത് തീരുമാനം എൻ്റെ കർത്താവിൻ്റെ ജീവിതത്തിൽ പറഞ്ഞാലും അത് മാനുഷികമായിട്ട് ചിന്തിക്കാതെ വില കൊടുത്ത് കർത്താവിന് വേണ്ടി നിൽക്കുന്നതിൻ്റെ കാരണം എന്നാ? ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. എന്നിട്ടാണ് 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ട് ജീവിക്കുന്നവരെങ്ങനെ ജീവിക്കണം എന്ന് എഴുതിയേക്കുന്നത്. ഈ ജീവിക്കുന്നവരാരാ? അപ്പോൾ വിശ്വാസികളുടെ ഇടയ്ക്ക് നിത്യജീവന് വേണ്ടി പ്രവർത്തിക്കുകയും ആ ജീവൻ പ്രാപിക്കുവാൻ, ദോസ് ഹു ലിവ്. അപ്പോൾ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ട്. വിശ്വാസികളെല്ലാം ജീവിക്കുന്നവരല്ലേ? നിങ്ങൾ അങ്ങനെ ആണോ? അങ്ങനെ ആണെങ്കിൽ ഓർത്തോണം, നിങ്ങൾ ജീവിക്കുന്നവരെങ്ങനെ ജീവിക്കണം? യു ഷുഡ് നോട്ട് ലിവ് ഫോർ അവർ സെൽസ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നത്. അപ്പം ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല ജീവിക്കുന്നത്. കാര്യം ഇത് ഇന്നത്തെ കാലത്തും പറയുകയാണെങ്കിൽ ഇച്ചിരി പാടാണ്. ഇതെൻ്റെ കരിയർ, എൻ്റെ ജീവിതം, എൻ്റെ ഫ്യൂച്ചർ, എനിക്കറിയാം എന്ത് തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞ് ഇന്നത്തെ വിശ്വാസികൾ എത്ര പേരെന്നറിയാം തട്ടിക്കയറുന്നത്. ഇന്നത്തെ വിശ്വാസികൾ കർത്താവിനോട് പറയുന്നത്, അല്ലെങ്കിൽ എന്തൊരു വിഷയത്തിലും അങ്ങനെയാണ് അവരുടെ തീരുമാനം. അതുകൊണ്ട് സമ്പൂർണ്ണമായിട്ട് പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കുവാൻ കഴിയാതെ ജീവിതത്തിലെ തീരുമാനങ്ങളെല്ലാം സ്വന്തമായിട്ട് അങ്ങ് എടുത്തുകൊണ്ട്, അവർക്കറിയാം കർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് അനുവദിക്കത്തില്ല. അതുകൊണ്ട് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ജീവിക്കുന്നവരെ പറ്റി അല്ല ഇവിടെ പറയുന്നത്. ജീവിക്കുന്നവർ, നിത്യജീവന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, നിത്യജീവൻ വാഞ്ചിക്കുന്നവർ, നിത്യജീവന് വേണ്ടി എന്തും forsake ചെയ്യുവാൻ, എന്തും മാറ്റിവെക്കുവാൻ, എനിക്ക് നിത്യജീവൻ പ്രാപിക്കണം, അങ്ങനെ ജീവിക്കുന്നവർ they should no longer live for themselves. അല്ലെങ്കിൽ അവർ തങ്ങൾക്കായിട്ടല്ല. ഇനിയൊന്ന് പറഞ്ഞേ, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത്? ജീവിക്കേണ്ടത് നമ്മൾ ഒരു വ്യക്തിപരമാണ്. ലോകത്തിന് വേണ്ടിയാണോ ജീവിക്കേണ്ടത്? കമ്പനിക്ക് വേണ്ടിയാണോ ജീവിക്കേണ്ടത്? ജോലിക്ക് വേണ്ടിയാണോ ജീവിക്കേണ്ടത്? അല്ല, അയൽവക്കക്കാരെ സന്തോഷിപ്പിക്കാൻ, കുടുംബക്കാരെ സന്തോഷിപ്പിക്കാൻ, പേരൻസിന് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടിയാണോ, മക്കൾക്ക് വേണ്ടിയാണോ ജീവിക്കേണ്ടത്? അല്ല, എനിക്ക് വേണ്ടിയാണോ ജീവിക്കേണ്ടത്? ബൈബിൾ എന്തോ പറയുന്നത്? എല്ലാവരെ പറ്റിയല്ല. ജീവിക്കുന്നവർ, ജീവന് വേണ്ടി, നിത്യജീവന് വേണ്ടി ജീവിക്കുന്നവർ. ഈ നിങ്ങൾ ജീവിക്കുന്ന തങ്ങൾക്കായിട്ടല്ല, പിന്നെ ആർക്ക് വേണ്ടിയാ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതും? നിങ്ങളുടെ ഓരോ ദിവസവും ആർക്ക് വേണ്ടിയാണ്? അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഇച്ചിരി നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് പെട്ടെന്ന് ചെയ്തു. അല്ലല്ല, അത് പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് ബാക്കിയുള്ള സമയം ആർക്ക് വേണ്ടിയാണ്? അല്ലല്ല, എക്സിസ്റ്റൻസ്, ഇവിടുത്തെ ജോലി എന്തിനാ? നിലനിൽപ്പിന് വേണ്ടി മാത്രം. കഴിക്കണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ, വാടക കൊടുക്കണ്ടേ, ചിലവുകൾക്ക് കഴിക്കണ്ടേ, ടാക്സ് അടയ്ക്കണ്ടേ, അതിനു വേണ്ടി മാത്രം. നമ്മൾ ജീവിക്കുന്ന നമുക്കായിട്ടല്ല. അത് വ്യക്തമാകണം. കൊരിന്ത്യ സഭയോട് ഓർപ്പിക്കുന്ന. അപ്പോൾ അവർക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടല്ലേ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇന്ന് പകൽക്കാലം നമ്മളോടും സംസാരിക്കുക. നമ്മൾ ജീവിക്കുന്ന നമുക്ക് വേണ്ടി അല്ല, ക്രിസ്തുവിന് വേണ്ടിയാണ്. ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ സാക്ഷ്യത്തിൽ കൂടി വരേണ്ടത്. ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ തീരുമാനമായിട്ട് നമ്മുടെ പ്രബോധനത്തിലും. പരിശുദ്ധാത്മാവ് എല്ലാവരെയും ഒരുപോലെ നടത്തത്തുള്ളൂ. ഒരാളെ ഒരു രീതി നടത്തിയിട്ട് വേറൊരാളെ വേറെ രീതി നടത്തത്തില്ല. അങ്ങനെ ഒരു ആത്മാവിനെ പറ്റി എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് ഒന്നേ പറയത്തുള്ളൂ, ആ ദൈവത്തിൻ്റെ വചനമാണ്. ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക, നമ്മൾ ജീവിക്കുന്ന നമുക്ക് വേണ്ടി അല്ല. ഇതല്ലാത്ത ഏത് പ്രസംഗവും, നിങ്ങൾ ഏത് കൺവെൻഷനോ ഏത് യൂട്യൂബിലോ എവിടെ കേട്ടാലും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, അധ്വാനിക്കുക, ഇവിടെ വലുതാവും. അല്ലല്ലേ, പരിശുദ്ധാത്മാവ് കൊരിന്ത്യ സഭയെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്ന പകൽക്കാലം നമ്മളെ ഓർപ്പിക്കുക. 16-ാമത്തെ വാക്യം. പലപ്പോഴും നമ്മൾ കർത്താവിനെ ഒരു മനുഷ്യനായിട്ട് അറിയുന്നോണ്ടായി കുഴപ്പം. ഈ ഭയമില്ലാത്ത എന്നാണെന്നറിയാം. 2000 വർഷം മുമ്പേ മറിയത്തിൻ്റെ യോസെഫിൻ്റെയൊക്കെ മകനായിട്ട് ജനിച്ച ആ യേശു, ആ ഫോട്ടോയിലൊക്കെ കാണുന്ന ഒരു രൂപം പോലെ അങ്ങ് തോന്നിക്കുക. അതല്ല, പക്ഷെ ഒരു മനുഷ്യൻ്റെ രൂപമായിരുന്നു, ഒരു യഹൂദൻ്റെ രൂപമായിരുന്നു. സ്വർണ്ണമുടി, ഒരിക്കലും നീലക്കണ്ണും യഹൂദനില്ലല്ലോ.
എന്തിനാ ഇവർ ഇറ്റാലിയനാണ് വരച്ചത്, അതുകൊണ്ട് തന്നിൽ ഒരാളായിട്ട് സ്വർണ്ണമുടി ഇതുമായിട്ടൊക്കെ വരച്ചതാണ്. അങ്ങനെ മുടി നീട്ടി വളർത്തിയവനായിട്ടോ അതിൻ്റെ അകത്ത് കാണുന്ന രൂപമായിട്ടോ ആ കണ്ണുകൾ ഓരോരുത്തർ ഓരോ രീതിയിൽ ആ കണ്ണുകളും അവരെ പോലെ ചുണ്ടുകളും ഒക്കെ ആക്കി വെക്കുമ്പോൾ അതൊക്കെ അവരുടെ ഒരു രൂപമാണ്. അവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്നെ പോലെ ഒരാൾ എന്നാലല്ലേ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ എന്ന് സൗത്ത് ഇന്ത്യയിൽ ഒരു രീതിയിൽ യേശുവിനെ വരയ്ക്കും, നോർത്ത് ഇന്ത്യയിൽ ഒരു രീതിയിൽ യേശുവിനെ വരയ്ക്കും. ഇതൊക്കെ പല ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതല്ല യേശു. 2000 വർഷം മുമ്പേ മനുഷ്യനായിട്ട് വന്ന വ്യക്തിയല്ല യേശു. സ്തോത്രം. അതുകൊണ്ട് നമുക്കൊരു ഭയമില്ലാത്തത്. ഈ യേശുവിൻ്റെ തോളെ കൈയിട്ട് നടന്ന യോഹന്നാൻ, മനുഷ്യനായിട്ട് വന്ന യേശുവിൻ്റെ തോളയിൽ കൈയിട്ട് നടന്ന ഹൃദയത്തോട് ചാരി നിന്ന മനുഷ്യനായി ഹൃദയത്തോട്. അതുകൊണ്ട് അത്രയും കൂട്ടവർ തമ്മിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് അവസാനം പോയപ്പോൾ പറഞ്ഞ് എൻ്റെ അമ്മയെ നോക്കിക്കോളണം, എൻ്റെ കുടുംബത്തെ നോക്കിക്കോളണം. ആ യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് യേശുവിനെ, ശരിക്കുള്ള യേശുവിനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ എന്ത് ചെയ്തു? ഭയന്നു പോയി. ഒരിക്കലും വിചാരിച്ചില്ല ഇതാ യേശു. ഭയന്നു പോയി. ഒരു യഹൂദൻ ഭയപ്പെടണമെങ്കിൽ, ഗാസയിലൊക്കെ നമ്മൾ കാണുന്നില്ല, ഇപ്പോഴും കൊന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടെ കൊന്നുകൊണ്ടിരിക്കുക. ഇതാണ് യഹൂദൻ. ഒരു ഭയവുമില്ല. ലോകരാജ്യം മുഴുവനും ഇച്ചിരിയില്ലാത്ത യെരുശലേമിനെ ഒരു കുഞ്ഞു ബോംബിട്ടാൽ മതിയല്ലോ. കൊറിയ കിമ്മിൻ്റെ കയ്യിൽ ചുമന്ന ബട്ടൺ ഉണ്ടെന്നൊക്കെ പറയുന്നത്, അവനൊന്ന് പ്രസ് ചെയ്താൽ മതി, ആരെങ്കിലും ഒന്ന് പ്രസ് ചെയ്താൽ മതി യെരുശലേം തീരും. എന്നാൽ ഒരു ഭയവും ഇല്ലാത്ത യഹൂദൻ. പക്ഷേ ഈ യോഹന്നാൻ, അതും അഭിഷേകം പ്രാപിച്ച യോഹന്നാൻ, അഭിഷക്തനായിരുന്ന യോഹന്നാൻ, തന്നെ പോയി തേളിൻ്റെയും പാമ്പിൻ്റെയും അസ്ഥികൂടത്തിൻ്റെ ഇടയ്ക്ക് പോയി കടത്തുന്ന ഒരു ദ്വീപിൽ പത്മോസിൽ പോയി തന്നെ കിടക്കുവാൻ വിളിക്കപ്പെട്ട യോഹന്നാൻ, താൻ സ്വർഗീയ ദർശനം കണ്ട് യേശുവിനെ കണ്ടപ്പോൾ എന്തുവാ ബൈബിൾ പറയുന്നത്? സത്യം അല്ലേ ബൈബിൾ എഴുതത്തുള്ളൂ. താൻ ഭയന്നു പോയി. അപ്പം ഹല്ലേലൂയ, ഭയപ്പെടുവാൻ യോഗ്യൻ, റെവറൻറ്റ് എന്ന് ബൈബിളിൽ എഴുതിയേക്കുന്നത്, ഭയപ്പെടുവാൻ യോഗ്യൻ, ദൂതന്മാരെ വാഴ്ത്തി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ യേശു തന്നെയാണ് ദൈവം. ആ മർമ്മം നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകണമെങ്കിൽ ഈ ശരീരത്തിൽ മനസ്സിലാകാൻ പാടില്ല. കാര്യം പഴയ നിയമത്തിൽ കർത്താവ് എഴുതിയിട്ടുണ്ട്, ദൈവത്തെ കാണുന്നവൻ മരിക്കും. അപ്പം പിന്നെ ദൈവത്തിന് ഇറങ്ങി വരണമെങ്കിൽ യേശുവായിട്ടേ വരുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ആ ഒരു തൃത്വ ആ മർമ്മം. അപ്പോൾ പരിശുദ്ധാത്മാവിന് വേറൊരു ശരീരമായിട്ടൊന്നുമല്ല നമ്മളവിടെ കാണാൻ പോകുന്നത്. ആ ത്രിയേക ദൈവത്തെ നമ്മളവിടെ കാണാൻ പോകുക. ന്യായവിസ്താരത്തിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചില്ലേ, അവസാനത്തെ ന്യായവിധി പിശാചിനെയും ന്യായം വിധിക്കും, ദൂതന്മാരെ ന്യായം വിധിക്കും. ഇതിലെല്ലാം അധികാരമുള്ളവനായ യേശുവിനെ ആ മർമ്മം അല്പമായിട്ടൊന്ന് വെളിപ്പെടുത്തുന്നത് യെശയ്യാ പ്രവാചകൻ. ശിശു ജനിക്കും, അവൻ്റെ പേരെന്തുവാ? ഇമ്മാനുവേൽ, അല്ലെങ്കിൽ അത്ഭുത മന്ത്രി എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയേക്ക് നിത്യനാം പിതാവ്. സ്തോത്രം. ഹല്ലേലൂയ. എവർലാസ്റ്റിംഗ് ഫാദർ. ആ യേശുവാണ് എവർലാസ്റ്റിംഗ് ഫാദർ. അപ്പോൾ ആ മർമ്മം സ്വർഗീയ ശരീരം പ്രാപിച്ച് അവിടെ ചെല്ലുമ്പോഴേ പൂർണ്ണമായിട്ട് എന്തുവല്ല നമ്മളെ കണ്ട് പേടിക്കും, ഞെട്ടും, ഭയപ്പെടുവാൻ യോഗ്യൻ. അവിടെ ഇവിടെ താൻ പറയുമ്പോൾ ഞാൻ മനുഷ്യനായിട്ടുള്ളൊരു യേശുവിനെ എനിക്കറിയാം, പക്ഷേ ഞാനിനി ആരെയും അങ്ങനെ കാണുവാൻ ആഗ്രഹിക്കുന്നില്ല, യേശുവിനെയും കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എങ്ങനെയാണ് കാണുന്നതെന്ന് എഴുതിയിരിക്കുന്നത്? യേശുവിനെ ഞാനിനി ജഡപ്രകാരം അറിയുന്നില്ല. യോഹന്നാൻ കണ്ട പോലെ സർവമഹത്വത്തിൽ, ക്രൈസ്റ്റ് ഇൻ ഓൾ ഗ്ലോറി, അല്ലെങ്കിൽ എല്ലാ മഹത്വത്തിൽ, സൂര്യനെ പോലല്ല, സൂര്യനേക്കാളൊക്കെ കോടിക്ക് അല്ലെങ്കിൽ മില്യൺ ടൈംസ് മോർ ഗ്ലോറി. ആ ഹല്ലേലൂയ മഹത്വത്തിൽ വസിക്കുന്ന യേശുവിനെ ദർശനത്തിൽ കൂടും നമ്മുടെ പ്രാർത്ഥനയിൽ കൂടും നമ്മളൊന്ന് കാണുവാണെങ്കിൽ യേശു കർത്താവ് എന്തു പറഞ്ഞാലും യെസ് സർ, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിൻ്റെ അപ്പുറത്തൊരു വാക്കില്ല. കർത്താവേ എന്നല്ലാതെ അപ്പുറത്തൊരു കാര്യം. അവൻ ഭയങ്കരനാ. അവൻ കരുണ കൂടാതും കൃപ കൂടാതും ന്യായവിധി നടത്താൻ പോകുന്ന ദിവസം വരുന്നു. അന്ത്യനാളുകൾ ഈ മഹാപീഡന കാലത്തും അവസാനത്തെ ലോകത്തിൽ തന്നെയുള്ള ന്യായവിധി നടത്താൻ കർത്താവ് ആയിരക്കണക്കിന് ദൂതന്മാരുമായിട്ട് വിശുദ്ധന്മാരുമായിട്ട് വരും. ആ യുദ്ധം അന്നാണ്. അതിന് ശേഷമാണ് പിശാചിനെയൊക്കെ ബന്ധിച്ച് അഗാധകൂപത്തിലേക്ക് ഇടുന്നത്. അതൊക്കെ നമുക്കറിയാം. എല്ലാവരുടെ മേൽ പിശാചിനെ നിയന്ത്രിക്കുന്നവൻ ആ യേശുവിനെ ഭയപ്പെടുകയും, പിശാചിനെ ഭയമില്ലേ, യേശുവിനെ, തേജസ്സിൽ വസിക്കുന്ന യേശുവിനെ ഭയപ്പെടുവേ. എന്നിട്ടാണ് 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഈ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. പഴയത് ഇങ്ങനെ മാറി മാറി പോവുക, പുതിയത്. ഈ പാമ്പിന് അങ്ങനെ ഒരു രീതിയുണ്ട് ഇല്ലേ? ആ പഴയ തൊലി എന്ത് ചെയ്യും? ദ ഓൾഡ് സ്കിൻ, ഷെഡിങ് ഓഫ് ദ ഓൾഡ് സ്കിൻ. തവളയ്ക്ക്, ചില തവളകൾക്ക് അങ്ങനെ ഒരു രീതിയുണ്ട്. നമ്മളിപ്പം ഏത് പച്ചക്കറിയാണ്, കടക്കാരൊക്കെ ചെയ്യുന്നത് എന്തുവാ? ഈ വെയിൽ കൊണ്ട് നിൽക്കുന്ന ക്യാബേജും ഉള്ളിയാണെങ്കിലും മങ്ങിയിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? തൊലിയൊക്കെ പൊളിച്ചിട്ട് ഫ്രഷായിട്ട് പിന്നെയും കൊണ്ട് നമ്മുടെ ഫ്രണ്ടിൽ വെക്കും. നമ്മുടെ ധ്യാനം ഫ്രഷാണ്. അപ്പം എന്തും അതിൻ്റെ പുറത്തെ തൊലി ഒന്ന് പോയാൽ അതെന്തായി തീരും?
ഫ്രഷ് ആയിട്ടില്ല. വചനത്തിന് മുമ്പിൽ ആരുടെ ജീവിതം, ഞാൻ എൻ്റെ ജീവിതം ശോധന ചെയ്യണ്ടേ ഇല്ലേ? എൻ്റെ ജീവിതത്തിലെ പഴയതൊക്കെ പോകുന്നുണ്ടോ? ഇനിയും മടുപ്പ് കൂടാതെ ഓരോ ആഴ്ചയും ഞാൻ പലപ്പോഴും ഓരോ മീറ്റിങ്സിന് അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിലും പലയിടത്താണെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കുന്ന ഒരു ചില പ്രാർത്ഥനയോടുകൂടിയൊക്കെ വരാൻ പറയുന്നത് എന്നാണെന്നറിയാം. ഈ മീറ്റിങ്സിനൊക്കെ പലപ്പോഴും ചിലപ്പോഴൊക്കെ ആൾക്കാർ, എപ്പോഴും അല്ല ചിലപ്പോഴൊക്കെ ആൾക്കാർ വരുമ്പോഴേ ആ വീട്ടിലെ ഭവനത്തിലെ പിരിമുറുക്കങ്ങൾ, പിന്നെ വീട്ടിലെ ആകപ്പാട് മടുപ്പിൻ്റെ അവസ്ഥ, ആ ജീവിതത്തിലെ മടുപ്പിൻ്റെ അവസ്ഥ ആരാധനയ്ക്കൊക്കെ ഒന്ന് കാണാം. പലപ്പോഴും ദേവദാസ് എന്നുള്ള രീതിയിൽ അത് കാണുകയും വിവേചിക്കുകയും ചെയ്യാൻ കഴിയും. അപ്പം അതിങ്ങനെ കാണും. പിന്നെ ഇവരൊന്ന് ഈ തണുത്ത പടക്കം പോലെ തീ കത്തത്തില്ല. ചിലരൊക്കെ ആരാധിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കുന്ന കാണാം, കുറ്റി പോലെ ഇരിക്കുന്ന കാണാം. എന്നാ ചെയ്യാൻ പറ്റും? എനിക്കിവിടെ നിന്നിട്ട് പണ്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചോക്കെറിയായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കറിയാൻ പറ്റും. ആരെങ്കിലും ഒരാളുടെ ശ്രദ്ധ പോകുമ്പോൾ എറിയുമായിരുന്നു. ഇപ്പം ചെയ്യാൻ പറ്റുമോ എനിക്ക്? നിങ്ങളാരും എനിക്ക് എറിയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ അതിനോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർപ്പിക്കുന്നത്, പ്രാർത്ഥിച്ചിട്ട് ദൈവസന്നിധിയിൽ വീട്ടിൽ നല്ല തീ കത്തി അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് എന്നിലും നിങ്ങളിലും എല്ലാം ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പം ഈ മടുപ്പ് ജീവിതത്തിൽ പിന്നെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മടുപ്പായിട്ട് വരുന്ന ആൾക്കാർ അത് ഒരു ആഴ്ച ഒരാളായിരിക്കും, വേറെ ആഴ്ച വേറെ ആളായിരിക്കും. ഞാൻ അവരെ ആരും കുറ്റപ്പെടുത്തുന്നില്ല. അത് എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാം. നമ്മൾ ഒരാഴ്ച കടന്നു പോകുന്ന പ്രഷറും ടെൻഷനും ഭാരവും വെയിൽ കൊണ്ടേക്കുന്ന പൊള്ളലും, വെയിൽ ഞാൻ ഉദ്ദേശിച്ച ജീവിതത്തിൻ്റെ പലവിധ രീതിയിൽ ഏൽക്കുന്ന പൊള്ളലും ഒക്കെ ആയിരിക്കും. പക്ഷെങ്കിൽ ഈ എല്ലാ ദൈനംദിന ജീവിതത്തിൽ എൻ്റെ ഓരോ കർത്താവ് ഇടപെടുന്നതനുസരിച്ച് പുതിയ തീരുമാനങ്ങൾ എടുത്ത് എന്നെ തന്നെ ക്രമീകരിക്കുന്ന ഒരാളാണെങ്കിൽ എന്തു ചെയ്യും? ദൈവസന്നിധിയിൽ വരുമ്പോൾ അവൻ പുതുക്കത്തോടുകൂടി വരും. ഈ പഴയത് കഴിഞ്ഞു മാറിപ്പോയാൽ മാത്രമേ ഒരാൾക്ക് ആത്മാവിൽ പുതുക്കം പ്രാപിക്കുവാൻ കഴിയൂ. എത്ര വ്യക്തമായിട്ട് ദ ന്യൂനെസ് ഓഫ് ലൈഫ് റോമാലേഖനത്തിൽ എടുക്കണ്ട, നിങ്ങൾക്ക് അറിയാമല്ലോ. സ്നാനത്തെപ്പറ്റി എഴുതിയേക്കും, ഒരുവൻ മരിക്കുമ്പോൾ അവൻ ക്രിസ്തുവിനോടുകൂടി മരിക്കുന്നു. അങ്ങനെയല്ലേ? സ്നാനത്തോടുകൂടി അവൻ എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിനോടുകൂടി. ദെൻ ഹി ഷുഡ് വാക്ക് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്. അവൻ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം എന്ന് എത്ര വ്യക്തമായിട്ട്. അപ്പോൾ അവിടെ എല്ലാം പരിശുദ്ധാത്മ ഓരോ ആരാധനയ്ക്ക് വരുമ്പോൾ, നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ ഈ മടുപ്പോടുകൂടി വരുന്നവരൊന്ന് കത്തിത്തുടങ്ങുമ്പോഴത്തേക്ക് ആശീർവാദം പറയാൻ സമയം ഞാൻ അത്രയും സമയം എടുക്കും. അപ്പോൾ 2.5-3 മണിക്കൂർ വേണ്ടി വന്നു അവരൊന്ന് കത്തി വരാൻ. ഈ കത്തൽ അങ്ങ് വീട്ടിൽ വെച്ചേ ആയിരുന്നെങ്കിലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ദിവസവും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് സഹോദരങ്ങളെ, ഇന്നലെ ഈ കണ്ണുനീരോടുകൂടി എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയാം? ഒന്ന് ഹൃദയം നുറുക്കത്തോടുകൂടി. കരയാൻ ഉള്ളി ഒന്നും എടുത്ത് കാണിച്ച് അങ്ങനെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇത് ഹൃദയം, കർത്താവേ എൻ്റെ പാപത്തിന് വേണ്ടി പാപിയല്ലാത്തവൻ, പാപം അറിയാത്തവൻ, കർത്താവിൻ്റെ വേഷം നമ്മുടെ മുമ്പിലുണ്ടല്ലോ, പാപം അറിയാത്തവൻ എന്ത് ചെയ്തു? എന്തു വലിയ വാട്ട് എ ഗ്രേറ്റ് പ്രൈസ് ഹി പെയ്ഡ് ഫോർ മീ. അതുപോലെ കരയാൻ ദൈവം ഓരോ ദിവസവും നമ്മളെ നടത്തുന്ന. അപ്പോൾ ദൈവം കരഞ്ഞാൽ മാത്രം പോരാ. ചില ആൾക്കാർ ചുമ്മാ ഇരുന്ന കരഞ്ഞാൽ മാത്രം പോരാ, തീരുമാനമെടുക്കണം. ദൈവം ഇടപെടുന്ന വിഷയത്തിൽ ഒരു പണിയാണ് നടക്കുന്നത്. കർത്താവിന് അറിയാം എവിടെയൊക്കെ പണിയണം. കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കും. പക്ഷെ ആരും ചെവിക്ക് പിടിച്ച് കർത്താവ് വലിച്ച് പണിയാണ് ചെയ്യത്തില്ല. ഫോഴ്സ്ഫുള്ളി കർത്താവ് ആദാമും ഹവ്വയെ കൊണ്ടും കള്ളം പറയിപ്പിക്കാതിരുന്നാൽ പോരായിരുന്നു, നമ്മൾ ഇന്നും തേജസ്സിലിരിക്കത്തില്ലായിരുന്നു. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് ആ തേജസ്സിൻ്റെ ശരീരം പ്രാപിച്ച് ഏദൻ തോട്ടത്തിൽ ജീവിക്കേണ്ടത് നമ്മളില്ലേ? ആദാമും ഹവ്വയും കള്ളത്തരം പറയാതിരുന്നാൽ പോരെ? കർത്താവിന് ഒരു ചെറിയ കാര്യമല്ലേ? ആദാമും ഹവ്വ കള്ളം പറയാൻ തോന്നിയില്ല. പിശാച് വരുമ്പോൾ അവനെ അങ്ങ് ആ പാമ്പിൻ്റെ രൂപത്തിൽ വന്നപ്പോൾ ശാസ് വിട്ടാൽ പോരാ. ദൈവം അന്നും ഇന്നും ഗോഡ് ഹസ് ഗിവൺ us എ ഫ്രീ വിൽ. എന്നോടാണെങ്കിലും നിങ്ങളോടാണെങ്കിലും ഇന്ന് പകൽക്കാലം കർത്താവ് സംസാരിക്കുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ടല്ല നമുക്ക് കൊടുത്ത വില. ഇനിയാണ് അതിൻ്റെ പ്രധാന ഭാഗം. അതിൻ്റെ അവസാനത്തെ വാക്യങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ ഈ അധ്യായത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം 18 വായിച്ചാണ്. 18-19. ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ എഴുതിയേക്കുന്ന നിരപ്പിൻ്റെ ശുശ്രൂഷ ക്രിസ്തു മൂലം നമ്മെ നിരപ്പിച്ചു. 19 വായിച്ചു. നിരപ്പിൻ്റെ ശുശ്രൂഷ എന്ന് 18 കണ്ടു. ദൈവം ലോകത്തിലെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകും. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. നിരപ്പിൻ്റെ ശുശ്രൂഷ, നിരപ്പിൻ്റെ വചനം, ഇതാണ് ഈ ആൾക്കാരെ ഇളകുന്ന ഒരു പ്രശ്നം. ദൈവവചനം എങ്ങനെ അസ്ഥിയും മജ്ജകളും തുളച്ച് ചെല്ലും. പെനട്രേറ്റ്സ് ത്രൂ ദ ബോൺ ആൻഡ് ദ ബോൺ മാരോ. ഈ റേഡിയേഷനൊക്കെ മാത്രമല്ല ബോൺ മാരോ തുളച്ച് ചെല്ലുന്നത്, അതുപോലെ നമ്മുടെ മജ്ജകൾ തുളച്ച് ചെല്ലും. അപ്പോൾ ഇവിടെ കണ്ടു ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷ. എല്ലാവരും ക്രിസ്തുവിനെ അല്ലേ പ്രസംഗിക്കുന്നത്? പൊതുവേ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. സമുദായക്കാരും ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇവിടെ അയൽവക്കക്കാർ ചോദിച്ചാൽ അവരിന്ന് രാവിലെ അവിടെ കത്തോലിക്ക പള്ളി പാലാരിവട്ടം പള്ളിയിൽ പ്രസംഗം കേട്ടിട്ട് വന്ന് അവിടും ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യാക്കോബ് പള്ളി ചെന്ന് അവിടും ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എല്ലാവരും പ്രസംഗിക്കുന്ന പ്രസംഗം അല്ല പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്.
ഇവിടെ എന്തു എഴുതിയിരിക്കുന്ന a ministry of reconciliation, നിരപ്പിൻ്റെ ശുശ്രൂഷ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുമ്പേ നമ്മൾ എങ്ങനെയായിരുന്നു? ദൂരസ്ഥരായിരുന്നു, കർത്താവിൽ ദൂരെയായിരുന്നു. ഇപ്പം ദൈവം നമ്മളെ ചെത്തേണ്ട ഭാവമൊക്കെ ചെത്തി കർത്താവ് ചെത്താതെ അടുപ്പിക്കാൻ പറ്റത്തില്ല. ദൈവം പരിശുദ്ധനാണ്. അശുദ്ധിയുള്ള നമ്മളെ ലോകമുള്ളിൽ എൻ്റെ ഹൃദയത്തിൽ മുഴുവൻ ലോകം എന്നെ കർത്താവിനോട് അടുപ്പിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് പറ്റത്തില്ല. ദൈവത്തിന് പറ്റാത്ത കാര്യമാണ് പാപിയെ സ്വർഗത്തിൽ കൊണ്ടുവന്നതും പാപം ലോകമുള്ളിലുള്ളവനെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. ദൈവം പിന്നെ ചെയ്യുന്നത് എങ്ങനെയാണ്? അവനെ രൂപാന്തരപ്പെടുത്തിയിട്ടാണ്. അഴുക്കുള്ളവനെ, ലോകമുള്ളവനെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല ദൈവമക്കളെ. ലോകസ്നേഹി, ദ്രവ്യാഗ്രഹം, അത്യാഗ്രഹം ഈ വക പ്രവർത്തിക്കുന്ന സ്വർഗരാജ്യം എന്ത് ചെയ്യത്തില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ ദ്രവ്യാഗ്രഹമോ അത്യാഗ്രഹമോ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മാറ്റണം. സ്വസ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ മാറ്റണം. മറ്റുള്ള എന്തെങ്കിലും ജഡത്തിൻ്റെ എന്നിട്ട് മാത്രമേ എനിക്ക് യേശുവിനോട് അടുക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന നിങ്ങൾ പൗലോസ് പറയാം, എന്നെ ഭ്രാന്തനെന്ന് വിളിച്ചോ. എന്ത് ചെയ്യാനാ? ഞാൻ യേശുവിന് വേണ്ടിയാണ് ഇങ്ങനെ ആയിപ്പോയത്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ശുശ്രൂഷ കർത്താവിന് വേണ്ടി കർത്താവ് പറയുന്ന പോലെ ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആയിപ്പോയത്. 18-ാമത്തെ വാക്യത്തിൽ കൊരിന്ത്യ സഭയോട് പറയുക, എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന a ministry of reconciliation. 19-ാമത്തെ വാക്യത്തിൽ പറയുക, God has committed to us a word of reconciliation. ദൈവം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു നിരപ്പിൻ്റെ വചനം. ഓർത്തോണം, ഞാൻ ഒന്നുകൂടെ പറയട്ടെ, റിപ്പീറ്റ് ചെയ്ത് പറയട്ടെ. നിരപ്പിൻ്റെ ശുശ്രൂഷ, നിരപ്പിൻ്റെ വചനം, റീകൺസിലിയേഷൻ. എന്തുവാണത്? ദൂരെ ആയിരിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞില്ലേ, ഈ ടൈപ്പ് റൈറ്ററിൻ്റെ പഴയ ടൈപ്പിസ്റ്റുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, നമുക്കുണ്ടായിരുന്നു പഴയൊരു ഒത്തിരി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് റൈറ്റർ നമ്മളെല്ലാം ചെയ്യുന്ന ഒരു പരിപാടി എന്താ? എൻഡ് ഓഫ് ദ ലൈൻ എന്നാണ് ടെക്നിക്കലി എന്ന് പറയുന്നത്. ഇറ്റ് ഗോസ് ടു അതിങ്ങനെ നിരങ്ങി അങ്ങ് അറ്റത്ത് പോകുമ്പോൾ പിന്നെ സത്യം പറഞ്ഞാൽ അതിൽ നിന്ന് അങ്ങ് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് സ്ലൈഡറിൽ നിന്ന് ഊരിപ്പോകത്തില്ല. അതിനോട് ലോക്ക് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഊരിപ്പോകാത്ത. ആ സ്ലൈഡറിൽ അങ്ങ് അറ്റം വരെ പോകുമ്പോൾ ഒരു ഹാൻഡിലും വെച്ചിട്ടുണ്ട്. കൊച്ചു പിള്ളേർക്ക് വലിയ സന്തോഷമാണ് അതിങ്ങനെ ആ ഹാൻഡിൽ അങ്ങോട്ട് പിടിച്ചിട്ട് കർത്താവ് ചെയ്യുന്നത് എന്താ? വലിച്ച് ദൈവസന്ധിയിൽ ഓരോ പ്രാവശ്യം മുട്ട് കൊടുക്കുമ്പോൾ വലിച്ചിങ്ങും. ഇടയ്ക്ക് പിന്നെയും യൂട്യൂബ് കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ അവിടെ കേൾക്കുന്നു ഇവിടെ കേൾക്കുന്നു, ആരെങ്കിലും ഫോൺ ചെയ്യുന്നു, എന്തെങ്കിലുമൊക്കെ രസിച്ചങ്ങ് പറയും. അപ്പോഴത്തേക്ക് സാധനം അങ്ങ് പോകും, ലോകത്തിലേക്ക് ഇറങ്ങിപ്പോവും, കർത്താവിൽ നിന്ന് മാറിപ്പോവും. നമ്മൾ വിചാരിക്കും വലിയ പാപമൊന്നും ഞാൻ ചെയ്യും, കർത്താവിൽ നിന്ന് എന്ത് ചെയ്യും? മാറിപ്പോവും. ദൈവം നമ്മളെ വിളിച്ച വിളിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാതിരുന്നാലും, ചെയ്യാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്, ഒന്നും ചെയ്യാതിരുന്നാലും ഈ മടി വലിയൊരു കുഴപ്പമാണ് കേട്ടോ. മടി വലിയൊരു കുഴപ്പമാണ്. മടിയന്മാരെ പറ്റി ഒത്തിരി വാക്യങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എഴുതിയിട്ടുണ്ട്. മടി അത് ഏത് വിഷയത്തിലാണെങ്കിലും അത് വലിയൊരു ക്യാൻസർ പോലും നമ്മളെ കാർന്നതിനെന്ന് ആത്മീയമായിട്ട് വളരുവാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യും? മാറിപ്പോകും. അപ്പം കർത്താവ് നമ്മളെ തിരിച്ച് യേശുവിനോട് യഥാസ്ഥാനം എന്തോ അത് മനസ്സിലായോ? ഈ മാറിപ്പോകുന്ന, ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുന്ന എന്നെയും നിങ്ങളെയും തിരിച്ച് ദൈവസന്നിധിയിൽ അടുപ്പിക്കുന്ന വചനമായിരിക്കണം എല്ലാ പ്രസംഗങ്ങളും. പരിശുദ്ധാത്മാവുടെ ഏത് ദൈവദാസനും ഏത് ദൈവദാസിയും ഏത് സഭയും ആര് പറഞ്ഞാലും പരിശുദ്ധാത്മാവിലുള്ള വചനമാണോ ഇല്ലയോ എന്ന് അറിയുവാനുള്ള മീറ്ററാണ് ഇവിടെ. ഇസ് ദാറ്റ് വേർഡ് ബ്രിങ്ങിങ് യു ക്ലോസർ ടു ഗോഡ്? ലോകത്തിൽ നിന്നെ വലിയവനാക്കും എന്നല്ല, ലോകത്തിൽ ഉണ്ടേലും ഇല്ലേലും കുഴപ്പമില്ല. ബൈബിൾ പറഞ്ഞോളൂ, ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അത് മതിയെന്ന് വെക്കുക. നിന്നെ യേശുവിൻ്റെ സന്നിധിയിൽ യേശു പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുവാനും യേശു പറഞ്ഞ ജോലി ചെയ്യുവാനും ദൈവം പറയുന്ന വചനം പോലെ ആ വചനത്തിന് വിട്ടുവീഴ്ച കൂടാതെ നിൽക്കുവാനും കർത്താവ് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം പൗലോസ് അപ്പോസ്തലൻ പോലും പറയുന്നു, ആഗ്രഹിക്കാത്ത തിന്മയാണ് എന്നിൽ വരുന്നത്. ആദ്യ കാലം തൊട്ട് നമുക്കറിയാം ഏദൻ തോട്ടത്തിൽ തൊട്ട് സംഭവിച്ചത് എന്തുവാ? മനുഷ്യൻ ദൂരെയായിപ്പോയി, തേജസ് നഷ്ടപ്പെട്ടു, ദൂരെയായിപ്പോയി. പഴയ നിയമത്തിൽ പ്രമാണം കൊടുത്തു, ദൂരെയായിപ്പോയി. എല്ലാം പുതിയ നിയമം, സ്തോത്രം, ഓരോ കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നത് എന്തിനാ? ഇപ്പോഴും നമ്മളെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചെന്നേ ഉള്ളൂ. പോയ തേജസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. പഴയതുപോലെ പണ്ട് ആദാമും ഹൗവയും കർത്താവോട് ഒന്നിച്ച് ചേർന്ന് നടക്കുന്ന ആ നല്ല അനുഭവം തേജസ്സിലുണ്ടായിരുന്നപ്പോൾ അവർക്കെല്ലാം ചേർന്ന് സന്തോഷത്തോടുകൂടി ഒരു കൂട്ടുകാർ ചേർന്ന് നടക്കുന്ന പോലെ ഏദൻ തോട്ടത്തിൽ കൂടെ അതുപോലുള്ള ഒരു പഴയ അനുഭവത്തിലേക്ക് എന്നെയും നിങ്ങളെയും കൂടെ മനുഷ്യപുത്രന്മാരോട് ആ കർത്താവിൻ്റെ കൂട്ടായ്മ, ഹിസ് ഫെലോഷിപ്പ് ഈസ് വിത്ത് ദ സൺസ് ഓഫ് മെൻ. ബൈബിളിൽ അത് എത്ര വ്യക്തമായിട്ട് എഴുതിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ കൂട്ടാരാ ശരിക്കും? പക്ഷേ കൂട്ടുകൂടാൻ കഴിയുന്നില്ല നമ്മളോടിപ്പം. ഇനി നമ്മളോട് കൂട്ടുകൂടണമെങ്കിൽ നമ്മൾ തേജസ്സുള്ള ശരീരത്തിലാക്കിയിട്ട് വേണം യേശുവിനെ. ഒരു മണവാട്ടിയായിട്ട് നമ്മളെ ഒരുക്കുന്നു, ഒരു സ്നേഹിതനായിട്ട്, അല്ലെങ്കിൽ ആദ്യ മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു അതുപോലെ കർത്താവുമായിട്ടുള്ള ഫെലോഷിപ്പിന് വേണ്ടി നമ്മളെ ഒരുക്കുന്ന പദ്ധതികൾ മാത്രമാണ്. കൊരിന്ത്യ സഭയോട് അത് ഓർപ്പിച്ചിട്ടാണ് ഹല്ലേലൂയ താൻ പറഞ്ഞ അത് പ്രസംഗിക്കാനുള്ള റെപ്രസെൻറ്റേറ്റീവ്സ്. 20-ാമത്തെ വാക്യം, ക്രിസ്തുവിന്
അതിന് പകരം അപേക്ഷിക്കും. ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകും. ഞാൻ ക്രിസ്തു എന്നെ ഒരു സ്ഥാനാപതിയായിട്ട്, ഒരു അംബാസഡറായിട്ട്, അംബാസഡർ എന്ന് പറഞ്ഞ് വലിയ ഇത് പൊങ്ങൊന്നും വേണ്ട, ഒരു റെപ്രസെൻറ്റേറ്റീവ്, അത്രയേ ഉള്ളൂ. റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഹെവൻ, അല്ലെ യേശുവിൻ്റെ ഒരു സ്ഥാനാപതി, അത്ര. അപ്പം എന്നെ ഓരോ സ്ഥലത്ത്, ഓരോ റോട്ടിൽ ഇവിടെ ഇരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും ക്രിസ്തുവിൻ്റെ ഒരു സ്ഥാനാപതിയാണ്. കൊരിന്ത്യ സഭയോട് പറയുക, എന്നോട് പിണങ്ങല്ലേ, തന്നെ ഭ്രാന്തനെന്ന് വിളിച്ചു, തന്നെ പല കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു കാര്യം തന്നെ 1-ാം ലേഖനത്തിലും 2-ാം ലേഖനത്തിലും പറയുമ്പോൾ കൊരിന്ത്യ സഭയെ തന്നെ, ഇത് സാധാരണ നടക്കുന്ന കാര്യമാണ്, കൊരിന്ത്യ സഭയെ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നവരും ഉണ്ട്, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരും ഉണ്ട്. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർ റിബലി. പൗലോസിൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷയിൽ ഇതെല്ലാം നമ്മൾ എപ്പോഴും കാണുന്നു. 1 കൊരിന്ത്യയിലെല്ലാം നമ്മൾ കാണുന്നു. ആ റിബല് ചെയ്തവരോട് പൗലോസ് പറയുന്ന മറുപടിയാണ്. അവർ ഓരോ ചോദ്യത്തിന് പൗലോസ് വ്യക്തമായ മറുപടി കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ ആഴ്ച അപ്പോസ്തല പ്രവൃത്തി കൊച്ചിയിൽ പഠിച്ചപ്പോൾ പത്രോസിനോട് എന്ത് ചെയ്തു? ജാതിയുടെ വീട്ടിൽ പോയി സുവിശേഷം പറഞ്ഞ് അവരോട് സ്നാനപ്പെട്ടേൻ അവരെല്ലാം കൂടെ എന്ത് ചെയ്തു? റിബൽ ചെയ്തു. അവരെല്ലാം കൂടെ അങ്ങോട്ട് ദേഷ്യപ്പെട്ടു. നീ എന്തിനാ ജാതികളെല്ലാം കൂടെ പോയി, ഇറ്റലിക്കാരെല്ലാം കൂടെ പോയി സ്നാനപ്പെടുത്താൻ പോയെന്ന് പറഞ്ഞ പത്രോസ് എന്ത് ചെയ്തു? സഹോദരൻ യെരുശലേമിൽ വന്നിട്ട് പറയാം, സഹോദരങ്ങളെ ക്ഷമയോടുകൂടി അവരെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവരെന്ത് ചെയ്തു? നമ്മളെപ്പോലെ തന്നെ അവരെയും കർത്താവ് അഭിഷേകം ചെയ്തല്ലോ എന്നോർത്ത് അവരെല്ലാം കൂടെ ഒരു ശബ്ദത്തോടുകൂടി സന്തോഷിച്ച്, ഒരു ശബ്ദത്തോടുകൂടി പറഞ്ഞു, അല്ലേ ഞങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കാം. അപ്പം ഏതൊരു കാര്യവും ക്ഷമയോടുകൂടി ഉപദേശിക്കുക. നിങ്ങൾക്ക് ആ വാക്യം അറിയാമല്ലോ, തിമോത്തിയോസിനോട് പറഞ്ഞ ഉപദേശിക്കുക, ശാസിക്കുക, തർജ്ജനം ചെയ്യുക. മലയാളത്തിൽ അത് എല്ലാം തർജ്ജനമൊക്കെ ഇച്ചിരി കട്ടിയായിരിക്കുമ്പോൾ ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന എക്സോർട്ട്, റെബ്യൂക്ക് ആൻഡ് കൺവിൻസ്. അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. വേറെ രക്ഷയില്ല. ദർ ഇസ് നോ അതർ വേ ഔട്ട്. രൂപാന്തരപ്പെട്ടേലേ പറ്റൂ, യഥാസ്ഥാനപ്പെട്ടേലേ പറ്റൂ. അതുകൊണ്ട് 20-ാമത്തെ വാക്യത്തിൽ പറയുക, ഞാൻ ക്രിസ്തുവിൻ്റെ ഒരു സ്ഥാനാപതിയായി നിന്നുകൊണ്ട് നിങ്ങളോട് അപേക്ഷിക്കുന്നു, പ്ലീസ് റീകൺസൈൽ. നിങ്ങൾ പുതിയ തീരുമാനങ്ങൾ യഥാസ്ഥാനപ്പെടണമെങ്കിൽ എങ്ങനെ യഥാസ്ഥാനം? ഞാൻ നേരത്തെ ടൈപ്പ് റൈറ്ററിൻ്റെ എക്സാമ്പിളൊക്കെ പറഞ്ഞു. അതിൻ്റെ ടൈപ്പ് റൈറ്ററിനെ തിരിച്ചു കൊണ്ടുവെക്കുന്ന പോലെ നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മൾ ഓരോ വിഷയത്തിലും തീരുമാനമെടുക്കുമ്പോഴാണ് ഞാൻ ക്രിസ്തുവിനോട് അടുക്കുന്നത്. എങ്ങനെ ക്രിസ്തുവിനോട് അടുക്കുന്നത്? ലോകത്തിൻ്റെ പല കാര്യങ്ങൾ വേണ്ട, എൻ്റെ ജീവിതം ഞാൻ ഇങ്ങനെ ക്രമീകരിക്കും, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ വിഷയത്തിൽ ഞാൻ ഇങ്ങനെ തീരുമാനമെടുക്കുന്നത് കർത്താവ് എന്നോട് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ ഓരോ തീരുമാനമെടുത്താൽ നമ്മൾ ക്രമീകരിക്കുമ്പോഴാണ് നമ്മൾ കർത്താവിനോട് അടുക്കുന്നത്, ഇല്ലേ? ഇനി 21-ാമത്തെ വാക്യം കൊണ്ട് വായിച്ചു നിർത്താം. യെസ്. പാപം വളരെ വ്യക്തമായിട്ടാണ് ഈ അവസാനം കൊടുത്തിരിക്കുന്നത്. കർത്താവ് നമുക്ക് വീണ്ടെടുപ്പിൻ്റെ വില കൊടുത്തിരിക്കുന്നില്ലേ? നമ്മളെ വില കൊടുത്ത് വാങ്ങിച്ചു. എത്ര വ്യക്തമായിട്ടാണ് ആസ് ആൻ അറ്റോൺമെൻറ്റ് എന്നാണ് പല വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അതൊന്നും ഞാൻ വായിക്കുന്നില്ല. പാപം അറിയാത്തവനെ, ചെറിയ വിലയല്ല കൊടുത്ത്, എന്നെ വീണ്ടെടുക്കുവാൻ പാപമറിയാത്തവനെ കർത്താവ് പാപമാക്കി, അല്ലെങ്കിൽ പാപിയാക്കി. ഇത്രയും വില കൊടുത്തിട്ടാണ് കർത്താവ് പറയുന്നത്. എത്ര ദീർഘക്ഷമയോടുകൂടിയാണ് നമ്മളോട് കർത്താവ് സംസാരിക്കുന്നത്. യഥാസ്ഥാനപ്പെടുക എന്ന് ഇന്നും കർത്താവ്, അല്ലെങ്കിൽ ഓരോ ദിവസവും എന്നോടും നിങ്ങളോടും സംസാരിക്കുവാൻ കാരണം അവസാനത്തെ നാളുകൾ ഇനി അധികം സംസാരിക്കേണ്ട വരത്തില്ല. കർത്താവിൻ്റെ കാഹളം ഊതുമ്പോൾ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞത് ഗെയിം ഈസ് ഓവർ. പിന്നെ ആര് കിടന്ന് കരഞ്ഞിട്ടും, ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടും, ഈ ദൈവദാസനാണേ പോലും, ഇനി ഞാനാണേ പോലും, ഞാൻ എൻ്റെ വിളിയാണ്, ദൈവം എന്നെ വിളിച്ച വിളി അനുസരിച്ച് ആൾക്കാരെന്തോ പറയുന്നു, ആൾക്കാരെന്തോ ചിന്തിക്കുന്നു ഒന്നും ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദൈവം എന്നെ ഏൽപ്പിച്ച ജോലി നിങ്ങൾ ഓരോരുത്തരും ഓർത്തോണം. കൃപയോട് അതെങ്ങനെ ചെയ്യണം? തിമോത്തിയോസിനോട് സകല ദീർഘക്ഷമയോട്, കൃപയോട്, ദൈവം തന്നിരിക്കുന്ന ആ ജ്ഞാനത്തോടുകൂടി. കാര്യം എന്നെ കൺവിൻസ് ചെയ്യണ്ടേ? ഞാൻ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഹല്ലേലൂയ അക്സെപ്റ്റഡ് ആയിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് സാക്ഷ്യം, നമ്മൾ ഒരു ദേശത്തെ സാക്ഷിക്കണം. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് സുവിശേഷം പറയണമെങ്കിൽ ഞാൻ ആ ദേശത്ത് എന്തായിത്തീരണം? ഒരു ദൈവദാസനായിട്ട്, ഒരു ദൈവ പൈതലായിട്ട് എന്ത് ചെയ്യണം? അക്സെപ്റ്റഡ് ആയിരിക്കണം. അപ്പോൾ ഞാൻ എത്ര സാക്ഷ്യത്തോടുകൂടി ജീവിക്കണം ആ ദേശത്തില്ലേ? എൻ്റെ സംസാരം, എൻ്റെ അറിയാതെ വല്ല ഒരു ശബ്ദം എൻ്റെ ഭവനത്തിൽ നിന്ന് അപ്പുറത്തെ വീട്ടിൽ പോകുന്നു. എപ്പോഴും ഞാൻ എൻ്റെ കുടുംബത്തോട് പറയുന്ന കാര്യമാണ്. കുടുംബം ഇവിടെ ഇരിപ്പുണ്ടല്ലോ. എപ്പോഴും ഞാൻ കുഞ്ഞുങ്ങളോടൊക്കെ പറയുന്ന കാര്യമാണ്. നമ്മുടെ ഇവിടെ ചുറ്റിനും മുഴുവൻ അന്യാരാധ, ഒരു ശബ്ദം ആവശ്യമില്ലാത്ത, സ്തോത്രമല്ലാതെ. നമ്മളൊക്കെ ചിലപ്പം മനുഷ്യരല്ലേ, ഒന്ന് സന്തോഷിച്ച് ചിരിച്ച് ശബ്ദം ഉണ്ടാക്കിയെന്നിരിക്കും, ദേഷ്യപ്പെടുമ്പോൾ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവിടെ ഒക്കെ പെട്ടെന്ന് അറിയാതെ ഉണ്ടാക്കുമ്പോൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യും. കാരണം എന്നാ? നമ്മൾ ദൈവമക്കളാണ്. ഇവിടെ ചുറ്റിനുള്ളവരെല്ലാവരും വിഗ്രഹാരാധികളാണ്. ഞാൻ ആരാ? കുടുംബമായിട്ട് അവിടെ താമസിക്കുള്ളൂ. ഞങ്ങളൊരു ദൈവമക്കളാ. മറിയത്തെ ആരാധിക്കുന്നവരും യേശുവിനെ ആരാധിക്കുന്നവരുമായിട്ടുള്ള വ്യത്യാസം അറിയണ്ടേ? അല്ലെ, ചാത്തനെ ആരാധിക്കുന്നവരും
യേശുവിനെ ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതായിട്ടുള്ള വ്യത്യാസം നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ തീരുമാനങ്ങളിൽ. അതിനുവേണ്ടിയാണ് കർത്താവ് എന്നെയും, നമ്മുടെ കയ്യിലുള്ളതെല്ലാം സ്റ്റോക്കുള്ളത് ഏതാ? പാരമ്പര്യ സ്വഭാവമാണ്. ആവശ്യത്തിലും അധികം സ്റ്റോക്കുള്ളത് ഏതാ? അപ്പൻ്റെ അമ്മയുടെയും പാരമ്പര്യ സ്വഭാവം. കുടുംബത്തിലും നമ്മൾ ശീലിച്ചത്, എനിക്കും നിങ്ങൾക്കൊക്കെ സ്റ്റോക്കുള്ളതാണ്. ഇത് മാറണം. ഓരോ വിഷയവും ഇത് മാറിയിട്ട് യേശുവിൻ്റെ സ്വഭാവം എന്നിലേക്ക് വരും. കർത്താവിൻ്റെ അതിനുവേണ്ടിയാണ് എൻ്റെ കർത്താവ് വില കൊടുത്തത്. ചുമ്മാ സ്നാനപ്പെട്ട് സഭയെ ചേർക്കാനല്ല, രജിസ്റ്ററിൽ ചേർക്കാനല്ല. എൻ്റെ കർത്താവ് വില കൊടുത്തത് എന്തിനാ? എന്നെയും നിങ്ങളെയും രൂപാന്തരപ്പെടുത്തി, യഥാസ്ഥാനപ്പെടുത്തി നമ്മളെ സ്വർഗത്തിൽ. ഇവിടെ ഞാൻ അതിനെ ചില സമയത്ത് ചന്ത എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ഇവിടെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത, ഇവിടെ തോന്നിയ പോലെ ജീവിക്കുന്ന നമ്മളെല്ലാം കൂടി സ്വർഗത്തിൽ കൊണ്ടുപോയി അവിടെ ചന്തയാക്കും. അവിടെ എങ്ങനെയാണെന്ന് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വെളിപ്പാട് പുസ്തകം പഠിക്കണം. അവിടെ ഇന്ന് നമ്മൾ വായിച്ചില്ലേ, കർത്താവിന് അന്ന് അവിടെ ആരാധിക്കുവാൻ, അവിടെ ആരാധനയും പാട്ടുകളും സ്തുതിയും സ്തോത്രവും, പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് നിയന്ത്രിക്കുന്ന ഡിസിപ്ലിനും അല്ലാതെ അവിടെ ഒക്കെ നമ്മൾ അതിൽ നിൽക്കണം. അങ്ങനെ അതിനുള്ള ഒരുക്കമുള്ളവരെ അങ്ങോട്ട് കൊണ്ടുപോകത്തുള്ളൂ, സ്വർഗീയ ശരീരം പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പണി നടക്കേണ്ടിടത്തെല്ലാം പണി നടക്കട്ടെ. നമ്മൾ ഈ ലേഖനങ്ങൾ പഠിച്ചിങ്ങനെ മുൻപോട്ട് അങ്ങ് പോകുമല്ല. 6-ാം അധ്യായം 7-ാം അധ്യായം ഒക്കെ ഇതിലും കട്ടിയായ സബ്ജക്ട്സാണ്. അതൊക്കെ പഠിക്കുവാനും അത് അക്സെപ്റ്റ് ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പണിക്കായിട്ട് നമ്മൾ ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും.